ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും നാളെ പെരുമ്പാവൂരിൽ സെപ്റ്റംബർ 13 ശനി. ശുശ്രൂഷ രാവിലെ 10-ന് ഫാസ് ഓഡിറ്റോറിയം, കോടതിക്ക് സമീപം. തോമസൂടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും വണ്ണപ്പുറത്ത് സെപ്റ്റംബർ 20 ശനി, ശ്രീനാരായണ ഓഡിറ്റോറിയം. ശുശ്രൂഷ രാവിലെ 10-ന് തോമസൂട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. വരിക, യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെന്റെ നാഥനായി നവകീർത്തനം, ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഒത്തിരി പ്രതിസന്ധികളും ഹാർഡ് വർക്കും ഒക്കെ വേണ്ടിയ ഒരു ജീവിതമാണ് ഞാൻ നിങ്ങളെ നയിക്കുന്നു. ബിസിനസ്സുകാരായിരിക്കാം എന്നെ കേൾക്കുന്നത്, വിദ്യാർത്ഥികളായിരിക്കാം, സുവിശേഷകരായിരിക്കാം, സഭാ ശുശ്രൂഷകരായിരിക്കാം. നമ്മളെല്ലാം ഏത് തുറയിലാകട്ടെ ഒത്തിരി ബിസിയാണ് നമ്മൾ. അവിടെ നമ്മളുടെ ഈ ജീവിതം, ഈ ബിസി ലൈഫിൽ വളരെ സമാധാനപരമായി ആയാസരഹിതമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒത്തിരി നിർദ്ദേശങ്ങൾ ദൈവവചനത്തിലുണ്ട്. പലപ്പോഴും നമ്മളത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഈ പഴയ കാലത്ത് എൻ്റെ വീട്ടിലൊക്കെ ഈ കപ്പിയും ഇട്ട് വെള്ളം കിണറ്റിൽ നിന്ന് വലിച്ചു കോരുമ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ കപ്പി തുരുമ്പ് പിടിച്ചുമൊക്കെ അങ്ങ് കട്ടിയാവും. ആ സമയത്ത് കപ്പി വലിക്കുമ്പം കപ്പി വലിയൊരു ഒച്ച വരും. അന്നേരം അടുക്കളയിൽ നിന്ന് അമ്മ വിളിച്ച് പറയും, ആണ്ടാ കപ്പി കരയുന്നെന്ന് പറയും. ഇതുപോലെ ഇടയ്ക്ക് നമ്മളും ജോലി ചെയ്തങ്ങ് കരയാറുണ്ട്, കപ്പി കരയുന്ന പോലെ. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മ വന്ന് ഒരു സ്പൂൺ എണ്ണ ഈ കപ്പിയുടെ ആ ഭാഗത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ വളരെ സ്മൂത്താണ്, ഒരു ശബ്ദവും ഇല്ലാതെ ജോലി ചെയ്യുന്ന കാണാം. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ മടുത്തു, അടുക്കള ജോലി ചെയ്ത് മടുത്തു, പഠിച്ച് മടുത്തു, എല്ലാത്തിലും മടുപ്പും പ്രയാസവും ഒക്കെ വരുമ്പോൾ അവിടെ ആയാസരഹിതമായി നമ്മളെ നടത്താൻ കർത്താവ് തന്നൊരു അനുഗ്രഹിക്കപ്പെട്ട കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാട്ടുപാടി ജീവിക്കുക. പാട്ടുപാടി നമ്മൾ പൊതുവെ നാട്ടിലൊക്കെ ഒരു പറച്ചിട്ടുണ്ട്, പാട്ടും പാടി ജയിച്ചില്ലേ. ഈ ഞാൻ പഴയ കാലത്ത് കണ്ടിട്ടുണ്ട്, പാടത്ത് നമ്മുടെ വയലുകളിൽ ഞാറ് നടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ സ്ത്രീകൾ ഒന്നിച്ചിങ്ങനെ ഞാറ് നടുമ്പോൾ ഭയങ്കര പൊരി വെയിലാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ വേല ചെയ്യുമ്പോൾ അവരൊന്നിച്ച് പാട്ട് പാടും. പാട്ട് പാടി ഇങ്ങനെ കുത്തി പോകുമ്പോൾ അറിയത്തില്ല. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പഴയ കാലത്ത് ഈ പിടിവണ്ടിയിലൊക്കെ വലിയ ചുമട് ചുമന്നുകൊണ്ടിരിക്കുമ്പം മുമ്പിൽ നിൽക്കുന്ന ആൾ അയലസ പറയാമെന്നാണ് പറയുന്നത്. ഐസ ഉണ്ടെ പറയും നിൽക്കുന്നവർ അയലസ ഇങ്ങനെ പറഞ്ഞാൽ വലിയ കയറ്റം തള്ളി പോകുമ്പം ഇതറിയത്തില്ല. വള്ളംകളിക്ക് ഈ വള്ളംകളി നടക്കുമ്പോൾ വലിയ ചുണ്ടൻ വള്ളത്തിലൊക്കെ 100-ലധികം പേരിരുന്ന തുഴയുന്നു, ഭയങ്കര ശക്തിയായിട്ട് ചെയ്യണം. അപ്പം നടുക്ക് ഒരാൾ ഒരേ താളത്തിൽ ഇത് പോകാൻ വേണ്ടി ഇങ്ങനെ വലിയൊരു താളം, അതിനാണ്ടൊരു പേര് പറയും, ഇങ്ങനെ ഇടിക്കുക, ഒരു വലിയ ഒലക്ക വെച്ച് ഇടിച്ചു ഇങ്ങനെ. അതപ്പം മനുഷ്യനിൽ തന്നെ ദൈവം വെച്ചിരിക്കുന്നൊരു കാര്യം. എന്നാൽ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായതാണ് ഇതേ സംഭവം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ ശക്തി, ദൈവം തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്ന് നമ്മളിലൂടെ പാട്ടുപാടി നമ്മുടെ ഈ ലോക ജീവിതം ആയാസരഹിതമായി നടത്താൻ കർത്താവ് ഒരു പദ്ധതി തന്നിട്ടുണ്ട്. അതാണ് ആത്മാവിൽ പാടുക. നമുക്ക് ഒരു വാക്യം വായിക്കാം. എഫേസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18, 19, 20 വാക്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും
നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും. നമ്മളൊക്കെ സാധാരണ ആരാധനയ്ക്കൊക്കെ പോകുമ്പം ആരാധനയോഗങ്ങളിൽ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന, സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന ഒരു സെഷനുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസമോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ ചെയ്യുന്ന കാര്യമില്ല. ദ ഹോൾ ലൈഫ് 24 മണിക്കൂറും എപ്പോഴും ആത്മാവിൽ നിറഞ്ഞ് സ്തുതിച്ചും പാട്ടുപാടിയും പോകാമെങ്കിൽ വലിയൊരു ഫ്രീ ലൈഫായിരിക്കും. ഞാൻ ഒരു 1995 ആ ഒരു സമയത്താണ് എൻ്റെ ഭവനത്തിൽ വലിയ പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോവുക. രോഗങ്ങൾ, പ്രയാസങ്ങൾ. ചില ഘട്ടത്തിൽ എനിക്ക് വീട്ടിൽ നിന്ന് അകലെ പോകാനൊക്കാത്ത പല സാഹചര്യമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം എന്നെ പെട്ടെന്ന് കണ്ണൂരിൽ ഒരു ദൈവദാസന് പരിഭാഷപ്പെടുത്താനായിട്ട് വിളിച്ചു. ഇംഗ്ലീഷിൽ നിന്ന് അദ്ദേഹം പ്രസംഗിക്കുക. അപ്പോൾ എന്നെ കർത്താവിൻ്റെ ദാസൻ കുഞ്ഞവറാച്ചായനാണ് എന്നെ വിളിച്ചത് പറയുന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് പോകാനൊക്കത്തില്ല, വീട്ടിൽ ഇങ്ങനത്തെ അവസ്ഥ നിൽക്കുക, ഞാനിവിടെ ഉണ്ടായേ പറ്റത്തില്ല. ഉടനെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, തോമസ് കുട്ടി ഒരുപക്ഷെ ദൈവം തമ്പുരാൻ്റെ ഒരു പദ്ധതിയാണോ എന്ന് എങ്ങനെ അറിയുന്നത്? കർത്താവിൻ്റെ ഒരു വിളി വന്നാൽ പ്രതികൂലവും നോക്കാതെ അങ്ങ് പോകാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് ഫോണിൽ കൂടെ പറഞ്ഞു, അച്ചായൻ പറഞ്ഞ ഒരു ദൂതായിട്ട് ഞാൻ എടുക്കുക, ഞാൻ ഏതായാലും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിലെ അവസ്ഥ വളരെ, ഞാനവിടെ ഉണ്ടായേ പറ്റത്തുള്ളൂ. അങ്ങനെ പക്ഷേ ഞാൻ പോകുമ്പോൾ ട്രെയിനിലിരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. ഞാനങ്ങ് ടെൻഷൻ അടിച്ചിരിക്കുക. എനിക്കാരോടും മിണ്ടാൻ പറ്റുന്നില്ല. ഇന്ന് വൈകിട്ട് പരിഭാഷപ്പെടുത്താൻ പറ്റുമോ, ശുശ്രൂഷിക്കാൻ? കാരണം വീട്ടിലെ കാര്യങ്ങൾ, അന്ന് മൊബൈൽ ഫോണില്ല, കാര്യമൊന്ന് വിളിച്ച് ചോദിക്കാൻ മേല, കാര്യം എന്തായെന്ന് ചോദിക്കാൻ മേല. പക്ഷെ അങ്ങനെ എൻ്റെ ആ യാത്രക്കിടയിൽ ഞാനിങ്ങനെ ഗ്ലൂമിയായിട്ടിരിക്കുക. എനിക്ക് വന്ന് ചുറ്റുപാടുമുള്ളവരൊക്കെ സന്തോഷിച്ചിരിക്കുക, ദൈവവചനം പറയുന്ന ആൾ തളർന്നു ഇരിക്കുക. അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു നേർത്ത ദൈവശബ്ദം പോലെ, നീ ഇങ്ങനെ ഇരുന്നാൽ വല്ല ഗുണമുണ്ടോ? ഏതായാലും നീ അതും ഇതും ആലോചിക്കുക, എന്നാൽ പിന്നെ എൻ്റെ വചനം ഒന്ന് ധ്യാനിച്ച്. അങ്ങനെ ഞാൻ ആ യാത്രയിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ ധ്യാനിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അങ്ങ് ബലപ്പെട്ട എൻ്റെ നാവിൽ, ഞാൻ അന്യഭാഷകൾ ആത്മാവിൽ നിറഞ്ഞ് എൻ്റെ നാവ് ചലിക്കാൻ തുടങ്ങി, ആത്മാവിൽ സ്തുതിക്കാൻ തുടങ്ങി. പുതുഭാഷകൾ നാവിൽ നിന്ന് വന്നു. ഞാൻ ഈ ചുറ്റുപാടിരിക്കുന്നവരെ പോലെയൊക്കെ മറന്ന് ഞാനിങ്ങനെ സ്തുതിക്കുക. പെട്ടെന്ന് ഈ സ്തുതി ഒരു പാട്ടായിട്ട് മാറി. ആ പാട്ട് തുടങ്ങുന്ന ഇങ്ങനെ, ഇരിക്കുവാനൊരിടവും കാണുന്നില്ല, എൻ്റെ കീഴേവൻ സാഗര ജലം മാത്രം, തളരുന്നൻ ചിറകുകളും, കൂടെ പറന്നോരെയും കാണുന്നില്ല. അന്ന് ഒത്തിരി കൂടെ നിൽക്കേണ്ടവരും വിട്ടുപോയൊരു സ്ഥിതി, ആരും ഒന്ന് ആശ്വസിപ്പിക്കാനില്ലാത്ത സ്ഥിതി, സുവിശേഷ വേലയിൽ ധൈര്യപ്പെടുത്താനല്ല നിരുത്സാഹപ്പെടുത്താൻ ഒത്തിരി പേര്. പെട്ടെന്ന് എൻ്റെ ഈ അനുഭവത്തിൽ എനിക്ക് ആദ്യം വന്ന ഈ പാട്ടിൻ്റെ ആദ്യം വന്ന ഭാഗം ഇതാണ്. ആരോ പകരുന്നല്ലോ പുതുശക്തി എൻ്റെ വിശ്വാസ ചിറകുകളിൽ, വാഗ്ദത്ത വചനമാം തൂവലുകൾ ഒന്നിനോടൊന്ന് വീണ്ടും ചേർന്നിടട്ടെ. പിന്നീട് പല അതിൻ്റെ വരികൾ എഴുതി. പക്ഷേ ഈ പാട്ടങ്ങോട്ട് ആത്മാവിൽ സ്തുതിച്ചപ്പോൾ എൻ്റെ ഭാരം എവിടെ പോയെന്ന് എനിക്കറിയില്ല. ചുരുക്കി പറയട്ടെ, അന്ന് ആ കണ്ണൂർ പോയി പരിഭാഷപ്പെടുത്തിയ സംഭവമാണ് എൻ്റെ ശുശ്രൂഷയിൽ പുതിയ വാതിലുകൾ തുറന്നു. തുടർന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരിയുടെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. വലിയൊരു വിടുതൽ ആവശ്യമായിരുന്നു. ആ ഒരു യാത്രയിൽ ആ ദൈവദാസനുമായി ഒത്തുകൂടിയത് എൻ്റെ സഹോദരിയുടെ വിടുതലിനിടയായി. നോക്കൂ, കർത്താവ് എന്നെ അവിടെ ആശ്വസിപ്പിച്ചത് ഒരു ഗാനത്തിലൂടെയാണ്. നീ ഭാരപ്പെടാനല്ല, നീ ഒരു പാട്ട് പാടിക്കേ, ഞാൻ കാര്യങ്ങളെ ക്രമീകരിക്കത്തില്ലേ. പൗലുസ്ലീഹ 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ പറയുന്നുണ്ട്, ആകയാലെന്ത്, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും, ഞാൻ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കും, അന്യഭാഷകളിൽ പാട്ട് പാടും, ആത്മാവിൽ പാടും. ഐ വിൽ സിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവ് നിറഞ്ഞവരായി പാടി സ്തുതിച്ച് അങ്ങോട്ടൊന്ന് പോയേ ഒരു പ്രതിസന്ധിയും അറിയത്തില്ല. ആകയാൽ ഇന്നത്തെ
ദൈവവചനം ഇതാണ്. ഇന്ന് പല പല കാര്യങ്ങളിൽ ഏർപ്പെടാനായിരിക്കും. നാളത്തെ ദിവസം ഒത്തിരി പ്രതിസന്ധികൾ കാണും. അത് ഓർത്തുകൊണ്ടിരിക്കാതെ ഒരു നല്ല പാട്ട് അഭിഷേകത്തിൽ നിറഞ്ഞ് ആത്മനിറവിൽ ഒന്ന് പാടിക്കുക. ഇനി ഈണവും താളവും ഒന്നുമില്ല, ശബ്ദവും മോശമാണെങ്കിലും കുഴപ്പമില്ല, അന്യഭാഷകളായിരിക്കും കിട്ടുന്നത്. ആത്മാവിൽ നിറഞ്ഞൊന്ന് സ്തുതിക്കാം. ഇന്ന് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നമുക്ക് കാണാം. രാജാധിരാജനും കർത്താധികർത്തനും ദേവാധിദേവനുമേ, രാജാധിരാജനും കർത്താധികർത്തനും ദേവാധിദേവനുമേ, യേശുവേ 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 യേശുവേ. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, അങ്ങേ ഞാൻ വാഴ്ത്തിയിടുമേ. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, അങ്ങേ ഞാൻ വാഴ്ത്തിയിടുമേ. യേശുവേ യേശുവേ, ഓ ജീസസ്, യേശുവേ യേശുവേ. ആത്മാവെ തന്നോനെ, വീണ്ടും വരുന്നോനെ, അങ്ങേ ഞാൻ വാഴ്ത്തിയിടുമേ. യേശുവേ 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 യേശുവേ. Ribare ricanarando rebeshando recare becare. Oh rimana resada rimana resada. Oh rimasando. Yeshua 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 Yeshua. രാജാധിരാജനും കർത്താധികർത്തനും ദേവാധിദേവനുമേ, രാജാധിരാജനും കർത്താധികർത്തനും ദേവാധിദേവനുമേ, യേശുവേ 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 യേശുവേ. ലാ 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 ലാ. ഓ ഓ ലാ 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 ലാ. യേശുവേ 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 യേശുവേ. പുതിയ പാട്ട് പാടി പാടി യേശുവേ പാട്ടു, പുതിയ പാട്ട് പാടി പാടി രാജാവേ പാട്ടു, പുതിയ പാട്ട് പാടി പാടി യേശുവേ പാട്ടു, പുതിയ പാട്ട് പാടി പാടി രാജാവേ പാട്ടു. ലാ 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 ലാ. ഓ ലാ 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 ലാ. Jesus, you're the savior of my soul, and forever and ever I sing praises to you. Jesus, you're the savior of my soul, and forever and ever I sing praises to you. Oh Yeshu, tera naam sabse ऊंचा है, यीशु तेरा नाम सबसे ऊंचा है. രാജാധിരാജനും കർത്താധികർത്തനും ദേവാധിദേവനുമേ, രാജാധിരാജനും കർത്താധികർത്തനും ദേവാധിദേവനുമേ, യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതും പരിശുദ്ധാത്മാവിനെ എങ്ങനെ പ്രാപിക്കാം, പരിശുദ്ധാത്മാ നിറവിൻ്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ, അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് ഞാൻ വായിക്കാൻ പോകുന്ന വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം ആദ്യ ഭാഗമാണ്. അവിടെ അപ്പോസ്തോലനായ പൗലൂസ് തൻ്റെ മിഷണറി യാത്രാ മധ്യേ എഫസോസിൽ ചെന്ന് ശിഷ്യന്മാരെ കാണുക,
കണ്ടപ്പോൾ അവരോട് ആദ്യം ചോദിച്ച ചോദ്യം എന്നാണ് നമുക്ക് നോക്കാം. കണ്ടപാട് ഇവിടെ സഭയൊക്കെ എങ്ങനെ ഇരിക്കുന്നു, സഭയ്ക്ക് സ്ഥലമായോ, കെട്ടിട പണിയൊക്കെ എങ്ങനെയായി, ശവക്കോട്ട കിട്ടിയോ, ഇതൊന്നും അല്ല ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം അവിടെ ഞാനതിൻ്റെ പേരെന്ന് പറയുന്നത് അപ്പോസ്തോലിക ചോദ്യം എന്ന്. ആ ചോദ്യം ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്. നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 19 ആദ്യ ഭാഗം ഞാൻ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 19 1ഉം 2ഉം വാക്യങ്ങൾ ശ്രദ്ധിക്കണമേ. അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലൂസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചു. അപ്പോസ്തലൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇവിടെ സഭയൊക്കെ എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ടോ, മുമ്പേ ഞാൻ ചോദിച്ച പോലെ ആരാധന സ്ഥലമൊക്കെ റെഡിയായതൊന്നുമല്ല. ഹാവ് യു ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഹാവ് യു റിസീവ് ദ ഹോളി സ്പിരിറ്റ്? അതാണ് മുൻഗണന. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്കും മുൻഗണന കൊടുക്കാറുണ്ട്. പക്ഷേ ഈ മുൻഗണനാ ലിസ്റ്റിൽ ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനായിരിക്കണം. ഇത് തന്നെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിത കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യണം. കർത്താവിൻ്റെ പ്രസിദ്ധമായൊരു വചന ഞാൻ വായിക്കാൻ പോകുന്ന മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അവിടെയും കർത്താവ് മുൻഗണന കൊടുക്കുന്നത് പരിശുദ്ധാത്മ നിറവിന്. നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതിന് മുമ്പ് കർത്താവ് പറയണ, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നൊന്നും വിചാരപ്പെടരുത്. ഈ ലോകത്തിലെ ഭൗതികമായ നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആകുല ചിന്തപ്പെടരുത്. മുമ്പേ നിങ്ങൾ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നാനും കുടിക്കാനുള്ളത് അന്വേഷിക്കരുതെന്നല്ല, ആദ്യം അന്വേഷിക്കരുതെന്ന്. നമ്മുടെ വയറ് മുമ്പിലാണെങ്കിലും വയറിൻ്റെ കാര്യം മുമ്പേ അന്വേഷിക്കരുത്. ആദ്യം നിങ്ങൾ അന്വേഷിക്കേണ്ടത് അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും. എന്താ അവൻ്റെ രാജ്യം? അത് നമ്മൾ വായിക്കുന്നത് റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യത്തിലാണ്. ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷം അത്രേ. ദൈവരാജ്യം അന്വേഷിക്കാനാണ് പറഞ്ഞത്. ആ ദൈവരാജ്യം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അപ്പോൾ മുമ്പേ നമ്മൾ എന്തന്വേഷിക്കണം? അയ്യോ ഞാൻ എന്ത് തിന്നും, ഇന്നത്തെ കാര്യം എന്താവും, അതെന്താവും എന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ അവൻ്റെ ആത്മാവിൽ നിറഞ്ഞ ആ സന്തോഷം നമ്മൾ അന്വേഷിക്കാമെങ്കിൽ അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കും. നമ്മൾ ഈ ആത്മപകർച്ചയെക്കുറിച്ച് പത്രോസ് തൻ്റെ പ്രസംഗത്തിൽ പറയുന്ന ഒരു വചനമുണ്ട്. ഇതിനെക്കുറിച്ച് യോവേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പത്രോസും കൂടെയുള്ളവരും ആ പെന്തക്കോസ് നാളിൽ ആത്മാഭിഷേകം പ്രാപിച്ച് അന്യഭാഷകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ കണ്ടവർക്ക് പുതുവീഞ്ഞ് കുടിച്ചവരെ പോലെ തോന്നിയെന്ന്. എഫേസ്യർ 5:18 പൗലോസ് പറയുന്നുണ്ടല്ലോ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവിൽ നിറഞ്ഞവരാകുവീൻ. അപ്പോൾ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതവിടെ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ആദ്യം പരിശുദ്ധാത്മ പകർച്ച ഉണ്ടായപ്പോഴും ലഹരി പിടിച്ചിരിക്കുന്ന നാട്ടുകാർക്ക് തോന്നി. ഉടനെ പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ ഊഹിക്കുന്ന പോലെ ഇത് ലഹരിയല്ല, മറിച്ച് യോവേൽ പ്രവാചകൻ ഇന്നേക്ക് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് പ്രവചിച്ചതാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പ്രവചിച്ചതാണ്. നമ്മൾ യോവേൽ പ്രവചന പുസ്തകത്തിൽ പഴയ നിയമത്തിൽ പോയി നോക്കാമെങ്കിൽ അവിടെ കാണുന്നുണ്ട് ഈ ആത്മപകർച്ചയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും പകരും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് പിന്നെ താഴോട്ട് വരുമ്പോൾ നിങ്ങളുടെ ധാന്യപ്പുരകൾ നിറയും, നിങ്ങളുടെ ചക്കുകൾ എണ്ണയും വീഞ്ഞും കൊണ്ട് നിറയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ആ പ്രവചന പുസ്തകത്തിൻ്റെ തുടക്കം ഇസ്രായേലിനുണ്ടായ ഒരു വലിയ എന്താ പറയുന്നത്, ശത്രു എല്ലാം നശിപ്പിച്ച പച്ചപ്പുഴു തിന്നു ശേഷിപ്പിച്ചതിൻ്റെ ബാക്കി, എന്നാ വെട്ടിൽ തിന്ന് ശേഷിപ്പിച്ചതിൻ്റെ ബാക്കി പച്ചപ്പുഴു തിന്നു, അങ്ങ് തുള്ളൻ തിന്നു, ഒരു നാട് മുഴുവൻ നാശം വന്ന് തിന്ന് വെളുത്തു പോയ ഒരവസ്ഥയിൽ ഒക്കെ പറഞ്ഞു വന്നിട്ടാണ് ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ചക്കുകൾ വീഞ്ഞുകൊണ്ട് നിറയും, നിങ്ങളുടെ ധാന്യപ്പുരകൾ നിറയും, നിങ്ങളുടെ കൃഷി അനുഗ്രഹിക്കപ്പെടും. ഇവിടെ കർത്താവ് പറയാ, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്ന് വിചാരപ്പെടാതെ നിങ്ങൾ മുമ്പേ അവൻ്റെ രാജ്യം അഥവാ ആത്മസന്തോഷം, പരിശുദ്ധാത്മ നിറവ് ഒന്ന്
ഒന്ന് അന്വേഷിച്ച്, ആദ്യം അതന്വേഷിച്ച്. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് ഈ ലോക കാര്യങ്ങൾ നമ്മൾ തിരക്കണ്ടെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. സ്വന്തം വീട്ടിനെ ആ കാര്യം അന്വേഷിക്കാത്തവൻ അധമനാണെന്ന പൗലോസ്ലീഹായും പത്രോസിൻ്റെ ലേഖനത്തിലുമൊക്കെ അധ്വാനിക്കാത്തവരെ വളരെ വിമർശിക്കുകയാണ്. അധ്വാനിക്കാത്തവൻ തിന്നുകയും വരുത്. അപ്പോൾ നമ്മുടെ ഭൗതിക കാര്യങ്ങൾ നോക്കേണ്ടതെങ്ങുമല്ല, ബട്ട് ഗീവ് പ്രയോറിറ്റി ഇൻ റിസീവിങ് ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ മക്കളെയൊക്കെ നല്ല ഡിഗ്രി എടുക്കണം, അവിടെ പോകണം, ഇതിനു വേണ്ടി നമ്മൾ പരക്കം പായി ഓടുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമായിപ്പോൾ. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിനായിരിക്കണം നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അവരഭിഷേകത്തിൽ നിറയട്ടെ, അവർ കർത്താവിനെ അറിയട്ടെ, ആത്മീയ കാര്യങ്ങളിൽ അവരൊന്നാം സ്ഥാനം കൊടുക്കാമെങ്കിൽ ബാക്കിയെല്ലാം പുറകെ വരും. അതുകൊണ്ടാണല്ലോ 23-ാം സങ്കീർത്തനം ക്രിസ്തുവിനെക്കുറിച്ചുള്ള, യേശുവാകുന്ന ഇടയനെക്കുറിച്ചുള്ളൊരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ ഈ ആട് പറയാണ്, ഞാൻ കർത്താവിൻ്റെ പുറകെ പോവും. ഒടുവിൽ പറയാൻ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അപ്പം നമ്മൾ കർത്താവിനെയും കർത്താവിൽ നിന്ന് വരുന്ന ആത്മാ നിറവും അന്വേഷിക്കുമ്പോൾ ബാക്കി നന്മകളെല്ലാം നമ്മുടെ പുറകെ വരും. കർത്താവാണെങ്കിലും ക്രൂശീകരണത്തിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് പ്രയോജനമാണ്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും. ഒടുവിൽ കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് 40 ദിവസം ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. പോകുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു വേദഭാഗം ഞാനൊന്ന് വായിക്കാം. അവിടെ എല്ലാം പറയുന്നതാണ്, നിങ്ങൾ യെരുശലേം വിട്ട് പോകരുത്, നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചോണം, ആത്മാവിനെ പ്രാപിച്ചോണം. പ്രൈം ഇമ്പോർട്ടൻസ് അതിനായിരിക്കണം. സുവിശേഷ വേലയ്ക്ക് പോകുമ്പം നിങ്ങൾ എവിടെ പോകണം അതിൻ്റെ പ്ലാനുകളൊക്കെ ചെയ്യാൻ വരട്ടെ. ചില സുവിശേഷ വേല തുടങ്ങുന്നത് തന്നെ അതിൻ്റെ ലെറ്റർ പാഡ് അടിക്കണം, അതിൻ്റെ രജിസ്റ്റർ ചെയ്യണം, കാര്യങ്ങൾ. നോ, ഇവിടെ കർത്താവ് പറയുന്നത് ഇതെല്ലാം അവിടെ നിൽക്കട്ടെ, അതൊന്നും വേണ്ടെന്നല്ല. ഗീവ് പ്രൈം ഇമ്പോർട്ടൻസ്, ഗീവ് പ്രയോറിറ്റി ടു റിസീവിങ് ദ ഹോളി സ്പിരിറ്റ്. അതോടുകൂടെ എല്ലാമുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസ് 24:49 വാക്യം. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളും നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. വേറെത്ത് പറയാണ്, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം, യെരുശലേം വിട്ടു പോകരുത്. പ്രൈം ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ പ്രയോറിറ്റി ആത്മനിറവിന് കൊടുത്താട്ട്. എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധാത്മ പകർച്ച. പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ നമ്മൾ ആത്മാവ് നിറഞ്ഞ് നമ്മുടെ നാവ് ചലിക്കും, പുതുഭാഷകൾ വരും. പൗലോസ്ലീഹ പറയാണ്, ഞാൻ ആത്മാവ് കൊണ്ട് പാടും. അതെ, ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ഞാൻ ആത്മാവിനെ തരാം. അതുപോലെ തന്നെ പത്രോസ്ലീഹ പറഞ്ഞു, ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതാണ്. വേറെടുത്ത് വായിക്കുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. എല്ലാവർക്കും പകരുമെന്ന് പറഞ്ഞാൽ ചെന്ന് മേടിക്കണമല്ലോ അല്ലേ. ഇപ്പോൾ നമ്മുടെ ഒരു കൃഷി ഓഫീസിൽ നിന്ന് എല്ലാവർക്കും ചെടിത്തൈ വിതരണം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടും, പക്ഷേ അത് മേടിക്കുന്നവർക്കാണ്. ദിസ് ഈസ് അവൈലബിൾ ഫോർ ഓൾ. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ അതിന് ചെയ്യേണ്ടത് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുക. കർത്താവെ എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് തന്നെ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ മുറികളിൽ കർത്താവിൻ്റെ കരസ്പർശമുണ്ടാകും. കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മേൽ അയക്കുമെന്ന്. ഈ പരിശുദ്ധാത്മ പകർച്ച ഒരു ദൈവദാസനും തരാനൊക്കത്തില്ല. യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കും, പക്ഷേ എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ ആത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. ആത്മപകർച്ച തരാൻ യേശുവിന് മാത്രമേ പറ്റത്തുള്ളൂ. ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ അങ്ങനെ നിറയ്ക്കണമേ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഭിഷേകം നടക്കും, സൗഖ്യങ്ങളും വിടുതലുകളും നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ഇതെല്ലാം ഒന്നിച്ചാണ് നടക്കാൻ പോകുന്നത്. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി സ്തോത്രം. ആത്മാവിൽ പാടി ആത്മാവിൽ
നിറഞ്ഞ് ജീവിക്കുന്നൊരു ജീവിതം, ആയാസരഹിതമായ ജീവിതം നിങ്ങൾക്ക് ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച ഉണ്ടാകട്ടെ. ഇതുവരെ ആത്മനിറവ് കിട്ടാത്തവർ കർത്താവെ അഭിഷേകത്തിൽ നിറയട്ടെ. നാവുകൾ ചലിക്കട്ടെ, ഹൃദയം നിറഞ്ഞ് കവിയട്ടെ. ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മസന്തോഷം, പരിശുദ്ധാത്മ ലഹരി, എല്ലാ ഭാരവും മാറുന്ന ദിവ്യസമാധാനം, ദിവ്യ ആശ്വാസം ഹൃദയങ്ങളിൽ പകരട്ടെ. അപ്പോൾ തന്നെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ, അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു വിഭവം നമുക്ക് വേണ്ടി ഒരുങ്ങുന്നു. അതിൽ കാണുവരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും നാളെ പെരുമ്പാവൂരിൽ സെപ്റ്റംബർ 13 ശനി, ശുശ്രൂഷൽ രാവിലെ 10 ഫാസ് ഓഡിറ്റോറിയം, കോടതിക്ക് സമീപം. തോമസൂടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും വണ്ണപ്പുറത്ത് സെപ്റ്റംബർ 20 ശനി, ശ്രീനാരായണ ഓഡിറ്റോറിയം, ശുശ്രൂഷൽ രാവിലെ 10 തോമസൂട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. വരിക, യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. ഒട്ടേറെ സവിശേഷതകളുമായി സ്വർഗീയ വിരുന്നിന്റെ നവീകരിച്ച വെബ്സൈറ്റ് theheavenlyfeast.org ഇപ്പോൾ തന്നെ ലോഗോൺ ചെയ്യുക. ഏറ്റവും പുതിയ ടെലിവിഷൻ എപ്പിസോഡുകൾ, ഞായർ ശുശ്രൂഷയുടെ മുഴുനീള ഓഡിയോ, 100 കണക്കിന് സന്ദേശങ്ങളുടെ വീഡിയോ ഓഡിയോ ശേഖരം, തങ്കു ബ്രദറിന്റെയും തോമസൂട്ടി ബ്രദറിന്റെയും ബ്ലോഗുകൾ, ലോകമെമ്പാടുമുള്ള സ്വർഗീയ വിരുന്ന പ്രവർത്തനങ്ങളുടെ മുഴുവൻ വിവരങ്ങൾ, യേശുക്രിസ്തുവിനാൽ സൗഖ്യമായ സ്വതന്ത്രരായ അസംഖ്യം അത്ഭുത സാക്ഷ്യങ്ങൾ, 24/7 HF TV തുടങ്ങി ഒട്ടേറെ പുതുമകളുമായി കൂടുതൽ യൂസർ ഫ്രണ്ട്ലി വെബ്സൈറ്റ്. സ്വർഗീയ വിരുന്നിന്റെ നവീകരിച്ച വെബ്സൈറ്റ് സന്ദർശിക്കുക theheavenlyfeast.org. കൃപ ഒഴുകിയെത്തുന്നതാ തന്നിറവിനാ കവിഞ്ഞൊഴുകുമീ അനുഗ്രഹം നിറയണം ഈ ഭൂതലം. യേശുവേ അറിയണം, കവിഞ്ഞൊഴുകണം ഈ അനുഗ്രഹം. എൻ പാപവും ശാപവും ഒഴുകി ദൂരെയാ, ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ. യേശുവിൻ